മേരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോയും കൊണ്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ രണ്ട് തരത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് നാടൻ രീതിയിലും ഒന്ന് സ്റ്റഫ് ചെയ്തുമാണ്. അപ്പോൾ നാടൻ രീതിയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് പൊട്ടാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടെന്ന് പൊട്ടാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കണ്ടിച്ചെടുത്തതാണ്. ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകിയെടുത്തതാണ്. ഉണ്ട്, ഇതിൻ്റെ കാമ്പ് നല്ല ചുമന്നിരിക്കും. ഇത് ഞാനിവിടെ രണ്ട് തരത്തിൽ വേണേലും ഉണ്ടാക്കാം. ഇവിടെ ഞാനിത് അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെള്ളമൊഴിച്ച് വേവിച്ചാണ് എടുക്കുന്നത്. ഇത് അപ്പച്ചെമ്പിൻ്റെ അകത്ത് ആവി തട്ടിൽ വെച്ച് വേണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് ഇത്തിരി കനക്കൂടലുള്ളത് കൊണ്ട് ഇതിങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതിനായിട്ട് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കൊമ്പൻമുളകാണ്. കൊമ്പൻമുളക് കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ്. പക്ഷേ അത് നല്ല എരിവുള്ള ആയിരിക്കണം. കാന്താരിയാണ് ഏറ്റവും നല്ലത്. അത് ഞാനിവിടെ കുഴികല്ലിൽ വെച്ച് ഇടിച്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടി ഇട്ട് ഇടിച്ചാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ നോക്കട്ടെ, അപ്പച്ചെമ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം വേവാകാറായി വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഇത് വേവാകാറായി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ചീനിക്കിഴങ്ങെന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ ഇത്രയും കനം കാണത്തില്ല. ഇതുണ്ടോ, വേവായി വരുന്നുണ്ട്. ഇതിപ്പം നല്ല കനക്കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്രയേറെ നേരം വേണം. നമ്മുടെ നാട്ടിലേതാണെങ്കിൽ കനം കുറഞ്ഞ ചീനിക്കിഴങ്ങാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പം ഇത് കുത്തി നോക്കട്ടെ. കുത്ത് കൊള്ളാറായിട്ടുണ്ട്. ഉണ്ടോ, നല്ലൊരു കളറാണ് ഇതിൻ്റെ അകം. ഇനി ഇത് വെന്തിട്ടുണ്ട്, ഏകദേശം വേവായി. ഇത് ഞാനിപ്പം ഇത് ഊറ്റിയെടുത്തതാണ്. ഉണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ലവണ്ണം വേകുമ്പം അതിൻ്റെ തൊലി അരിയെന്ന് വിട്ടിരിക്കും. ഇപ്പം ഞാനിത് കുഴികല്ലിൽ വെച്ച് മുളക് ഇടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇത്തിരി വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമേ നമ്മളിത് തിരുമിയതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാൻ. ഞാനപ്പം തിരുമട്ടെ. നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം തിരുമണം. നമ്മൾ ഇടിച്ചെടുത്തതായതുകൊണ്ട് ആ മുളക് നല്ലവണ്ണം യോജിക്കണം, ഉപ്പുമായിട്ടൊന്ന് യോജിക്കണം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത്. കണ്ടോ, ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ് എടുക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ രണ്ടെണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം കഴുകി തൂത്തെടുത്തതാണ്. ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ അരിക്ക് രണ്ടും കണ്ടിച്ച് കളഞ്ഞ് കേടെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം വേണം. ഇതിന് വലിയ കേടൊന്നും ഇല്ല, ഇവിടെ കിട്ടുന്നതൊക്കെ നല്ലതാണ്. അപ്പം ഉണ്ടായത് നല്ല. എന്നിട്ട് ഇതിൻ്റെ എല്ലാ വശവും നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇത് ഇങ്ങനെ ഇതിൻ്റെ പിച്ചാത്തിയുടെ മന വെച്ചാണ് ഞാൻ കുത്തുന്നത്. നല്ലോണം കുത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ഈ ഒലിവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതെടുത്ത് നല്ലവണ്ണം തിരുമ്മി പിടിപ്പിക്കണം. മുഴുവൻ തിരുമ്മി പിടിപ്പിച്ചു. ഇപ്പം ഞാനിത് രണ്ടും നല്ലോണം തിരുമ്മി പിടിപ്പിച്ചതാണ്. ഇത് ഞാൻ എയർ ഫ്രൈയിൽ വെച്ചാണ് ഇത് മുരിച്ചെടുക്കുന്നത്. നമുക്ക് ഓവനിൽ വെച്ച് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രൈയിലാണ് വെക്കുന്നത്. അധികം ഇല്ലല്ലോ, രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എയർ ഫ്രൈയിലാണ് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് എയർ ഫ്രൈക്കകത്ത് വെക്കാം. ഇത് എയർ ഫ്രൈക്കകത്ത് വെക്കുമ്പം ഇത് ഞാൻ 20 മിനിറ്റ് നേരത്തേനാണ് ഇത് വെക്കാൻ പോകുന്നത്. 20 മിനിറ്റ് ഒരു 210 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വെക്കുന്നത്.
20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാന് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഹാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് അതിന് ഒലിവ് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കണം. ഞാൻ എല്ലാത്തിനും ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. മറ്റുള്ള എണ്ണയെക്കാളും നല്ല ഒലിവ് ഓയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. അതുകൊണ്ട് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നല്ലോണം ഒന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് രണ്ടറ്റവും ഒന്ന് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. നല്ലോണം അങ്ങ് ഉണങ്ങണ്ട. നല്ലോണം എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും പൊള്ളിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ എല്ലാം ഞാൻ പൊള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി അതെടുക്കാം. അതെടുത്ത് ഞാനിപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇത് കണ്ടോ, നല്ല ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം ചെത്തിയെടുക്കണം. രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചെത്തിയെടുത്തതാണ്. ചെത്തിയെടുത്തതിൻ്റെ അകത്തെ കാമ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ നടുക്കൊരു സ്വല്പം കുഴി ഉണ്ടാക്കണം. അതിന് വേണ്ടി അതിൻ്റെ അകത്തെ ഒന്ന് കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ കാമ്പ് കുറച്ചുകൂടി എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം കുഴി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഒരു 2 ടേബിൾ സ്പൂണിന് വക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് യോജിപ്പിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒണിയനാണ്. സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതാണ്. ഇത് ഞാനിവിടെ നട്ട് വളർത്തിയതാണ്. അപ്പം നല്ല രീതി വാടാത്തതൊക്കെയാണ്. അപ്പം നല്ല ഗുണമുണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ജാതിക്കാപ്പൊടിയാണ്. വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. ജാതിക്കാപ്പൊടി ഒരു 1/4 സ്പൂണോളം ചേർക്കണം. ഇവിടെ ഞാൻ അത്രയും തന്നെ ചേർക്കുന്നില്ല. ഒരു പിഞ്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് എരിവ് വരാൻ പാടില്ല. ഇതിനൊരു ചെറിയ എരിവ് പോലെയുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഹാമാണ്. ഹാമെല്ലാം കൂടെ ഞുള്ളിക്കീറി ഇട്ട് കൊടുക്കാം. ഹാം കൂടെ ഞുള്ളിക്കീറി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെഡാർ ചീസാണ്. ഈ ചീസ് കൂട്ടൂടെ കുറച്ച് വാരിയിട്ട് കൊടുക്കണം. ഇത് ഇട്ടതിന് ശേഷം നല്ലോണം യോജിപ്പിക്കണം. നല്ലോണം യോജിച്ച് ഇതെല്ലാം നല്ലോണം യോജിച്ചതിന് ശേഷം വേണം ഇത് വാരി വെക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വാരി വെക്കാം. കുറേശ്ശെ വാരി വെക്കാം. ഇപ്പം 2 പൊട്ടാറ്റോക്കകത്ത് നിറച്ച് ഇത് ഞാൻ വാരി വെക്കുന്നുണ്ട്. അപ്പം ഇത് നല്ലോണം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും ചീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം നിറച്ചു. ഈ ചീസ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് നമുക്ക് വെക്കാം. ഇത് ഞാനൊരു 15 മിനിറ്റ് നേരത്തേലും വെക്കുന്നുണ്ട്. അതിനനുസരിച്ചെന്നാൽ ഇത് നല്ല കനമുണ്ട്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. സാധാരണ കനം കുറവുള്ളതാണ് 10 മിനിറ്റ് വെച്ചാൽ മതി. ഇത് ഞാൻ 15 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ ഇതിവിടെ ശരിയായിട്ടുണ്ട്. നല്ലോണം ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ലോണം അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുക്കാം. ഇപ്പം ഇതിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ എടുത്ത് വെച്ചതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും ഈ ചീസും ഒക്കെ വാരിയിട്ട് കുറച്ചുകൂടി ഇട്ട് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് തന്നെയല്ല, ഇവിടെ മുതിർന്നവർക്കും ആ പുഴുങ്ങിയതിനേക്കാൾ ഇഷ്ടം അവർക്ക് ഇതാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായിട്ട് കാണാം.